വെൽക്കം ബാക്ക് ടു NKL എഡിറ്റ്സ്. സോ ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ പ്രിവ്യൂ കണ്ടതുപോലെ ഒരു 3D ടണൽ ട്രാൻസിഷൻ ആണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് Alightmotion ആണ്. ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട റേഷ്യോ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത ശേഷം ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആക്കി കൊടുത്ത ശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ പോയ ശേഷം നമ്മളൊരു മീഡിയ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഈ ഒരു മീഡിയ ആണ് എടുക്കുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ഇതേപോലെ ആഡ് ചെയ്യുക. അത് വന്ന് നമ്മൾ സ്ട്രെച്ച് ടു സ്ക്രീൻ അല്ലെങ്കിൽ ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കളർ ആൻഡ് ഫില്ല് വന്ന് അത് വൈറ്റ് ആക്കി കൊടുക്കുക. ദെൻ നമ്മളെ ഫോട്ടോ വന്ന് മുകളിലോ ആ ലെയർ വന്ന് താഴെയായി സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇതേപോലെ പുറത്ത് ആ ഒരു വൈറ്റ് ഫ്രെയിം വരുന്ന രീതിക്ക് ഇതേപോലെ സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു രണ്ട് ലെയറും സെലക്ട് ചെയ്ത് ജസ്റ്റ് ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ആ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, എഫക്ട്സ് പോവുക, ആഡ് എഫക്ട്സിൽ വരിക, ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ദെൻ നമ്മൾ ബാക്ക് വന്ന ശേഷം ആ ഒരു ഗ്രൂപ്പ് ഒന്നും കൂടി സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്ന ശേഷം നമ്മളിതൊന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് വന്നിപ്പോൾ ഞാൻ ഒരു കറക്റ്റായിട്ട് 357 1:1 റേഷ്യോ ആണ് എടുക്കുന്നതെങ്കിൽ 357 ആ ഒരു രീതിക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ടൊരു 9 ഫോട്ടോ വരുന്ന രീതിക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സ് ഓപ്പൺ ചെയ്തിട്ട് ടൈൽസ് എഫക്റ്റ് അവിടുന്ന് റിമൂവ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു രണ്ട് ലെയറും സെലക്ട് ചെയ്ത ശേഷം ഇവിടെ മൂന്നാമത് കാണുന്ന ഗ്രൂപ്പ് ആൻഡ് മാസ്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് ആ ഒരു സെൻറ്റർ പോർഷൻ കട്ടായിട്ട് കിട്ടും. ദെൻ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ബോർഡർ ആൻഡ് ഷാഡോയിൽ പോവുക, ഇവിടെ ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കുക. ദെൻ ഷാഡോയുടെ വാല്യൂ നമ്മളൊരു 50 അല്ലെങ്കിൽ 50ക്ക് മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു 50ന് മുകളിൽ ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എക്സ് ആക്സിസ് വന്ന്, അതായത് പൊസിഷനിൽ എക്സ് വന്ന് 0 ആക്കി കൊടുക്കുക. അതേപോലെ തന്നെ വൈയും വന്ന് 0 ആക്കി കൊടുക്കുക. ഓക്കെ, ഇത് രണ്ടും കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, എക്സും വൈയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ ആയിരിക്കും ലഭിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫോട്ടോ, അതായത് നമുക്ക് ക്രിയേറ്റ് ഫ്രെയിം ആസ് എ PNG ആയി എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്തെടുക്കുക. ദെൻ സേവ് ചെയ്യുക. ദെൻ നമ്മൾ ബാക്ക് വരിക, ഈ ഒരു ലെയർ നമ്മൾ ഡിലീറ്റ് ചെയ്യുക, ഫസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ വരിക, നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ആ ഒരു ഫോട്ടോ ഒന്നുകൂടെ ആഡ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത്, അത് ഞാൻ ഒന്നുകൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ സ്കെയിൽ ടൂൾ വന്ന് ഇതേപോലെ സ്കെയിൽ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ മൂവ് ടൂളിൽ വരിക. ദെൻ നമ്മൾ ഈ ഒരു സെറ്റ് ആക്സിസ് ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ സെറ്റ് പൊസിഷൻ മൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ ഏകദേശം ഇതേപോലെ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ ആ സേവ് ചെയ്ത ആ ഒരു ഫയൽ വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ആ ഒരു ഫോട്ടോ, നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോ കറക്റ്റായിട്ട് സെൻറ്ററിൽ ഫിറ്റ് ചെയ്യുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ഫിറ്റ് ചെയ്യുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനതിപ്പോൾ ഏകദേശം ഫിറ്റ് ചെയ്യുന്ന രീതിക്ക്, അതായത് നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫെക്ഷനിൽ ചെയ്യുക. ഞാനിപ്പോൾ ഏകദേശം സെറ്റാവുന്ന രീതിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഒരു ലെയർ, അതായത് നമ്മൾ ആഡ് ചെയ്ത ആ ഒരു ലെയർ, ഫോട്ടോ ലെയറിൽ നമ്മൾ എഫക്ട്സിൽ വന്ന് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ആ ഒരു സേവ് ചെയ്ത് വെച്ച സംഭവം, അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഒരു ഇതിലേക്ക് ആഡ് ചെയ്ത ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. സെറ്റ് ആക്സിസിൽ വന്ന ശേഷം നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഏകദേശം ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളിത് ഇതേപോലെ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു ലെയർ ഒന്നും കൂടി സെലക്ട് ചെയ്ത് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ശേഷം നമ്മൾ അഗെയിൻ ഇതിൻ്റെ സെറ്റ് ആക്സിസ് സെലക്ട് ചെയ്യുക. സെറ്റ് ആക്സിസ് വഴി ഇത് നമ്മൾ ഇതേപോലെ മൂവ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ലെയറാണോ വേണ്ടത് അതിനനുസരിച്ച് മൂവ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു രീതിക്ക് ഇത് മൂവ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ റൊട്ടേഷനിൽ വരിക. റൊട്ടേഷനിൽ വന്നിട്ട് -30 ആക്കി കൊടുക്കുക. ഇതിൻ്റെ വാല്യൂ വന്ന് ഒരു -30 ആക്കി കൊടുക്കുക. ദെൻ നമ്മൾ വന്ന് അഗെയിൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അതും വന്ന് നമ്മൾ സെറ്റ് ആക്സിസിലേക്ക് വരിക. സെറ്റ് ആക്സിസിൽ വന്ന് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇത് വന്ന് നമ്മൾ +13 ആക്കി കൊടുക്കുക. ഇതിൻ്റെ റൊട്ടേഷൻ വന്ന് +13 ആക്കി കൊടുക്കുക. ദെൻ അഗെയിൻ നമ്മളത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഇതേപോലെ നിങ്ങൾക്ക് എത്ര ലെയറാണോ വേണ്ടത് അത് ഇതേ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ അഗെയിൻ ഇത് -30, ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഒന്നും കൂടി സെറ്റ് ചെയ്ത ശേഷം നിർത്തുകയാണ്. ഓക്കെ, ഇതേപോലെ ഒന്നും കൂടി സെറ്റ് ചെയ്യുക. ദെൻ നമ്മളത്
+13 സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ലെയർ മാത്രമേ ഞാൻ ഇതിൽ എടുക്കുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആ ഒരു പെർഫെക്ഷനിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ ഒബ്ജക്റ്റിൽ വരിക. ഇവിടെ നമ്മളൊരു നൾ ഒബ്ജക്റ്റ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളിതിൻ്റെ സെൻറ്ററിലായി വന്നൊരു അതായത് ഒരു ബീറ്റ് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക. അതിന് മുമ്പ് നമ്മളിതൊക്കെ ഇതുമായി പാരൻ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ഒന്നാമത്തെ ലെയർ, അതായത് ആ ഒരു ഫോട്ടോ ലെയർ എടുക്കണ്ട, അതിന് മുകളിലുള്ള എല്ലാ ലെയറും നമ്മൾ ഇതുമായിട്ട് പാരൻ്റ് ചെയ്യണം. ദെൻ നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ഇവിടെ വരിക, നള്ള് 1 സെലക്ട് ചെയ്യുക. അതുപോലെ എല്ലാം ചെയ്യുക. ഓക്കെ, ഇത് നൾ 1 സെലക്ട് ചെയ്യുക. ദെൻ മൂന്നാമത്തെ ലെയർ എടുക്കുക, നൾ 1. ഈ ഒരു പ്രോസസ്സിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഈ ഒരു പ്രോസസ്സിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, എല്ലാ ലെയറും നള്ളുമായിട്ട് പാരൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു നള്ള് സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക. ഇവിടെ ഒന്ന് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, ഇവിടെ ഒരു കീ ഫ്രെയിം, അതേപോലെ എൻഡിലൊരു കീ ഫ്രെയിം. ഇവിടെ ഫസ്റ്റിലെ കീ ഫ്രെയിമിൽ സെഡ് ആക്സിസിലേക്ക് വരിക. ഇതേപോലെ ഫുള്ളായിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ ഫുള്ളായി ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ സെറ്റ് ചെയ്യുക. ഇനി ഇവിടെയും വന്ന് നമ്മൾ ഇതേപോലെ ഫുള്ളായി സെറ്റ് ചെയ്ത് ഇതേപോലെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. നമ്മൾ ഈ താഴെയുള്ള ഈ ഒരു ലെയറും കൂടി നമ്മൾ നള്ളുമായിട്ട് അതായത് നള്ളുമായിട്ട് പാരൻ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അതാണ് നേരത്തെ ചെയ്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പോലെ തോന്നിയത്. ഈ ഒരു താഴെയുള്ള എല്ലാ ലെയറും നമ്മൾ നള്ളുമായിട്ട് പാരൻ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്നിട്ട് ഇതേപോലെ സെഡ് ആക്സിസ് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഇതേപോലെ 3 കീ ഫ്രെയിം ഫസ്റ്റിൽ, എൻഡിൽ ആൻഡ് ഇതേപോലെ ഫസ്റ്റിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ കീ ഫ്രെയിമിൽ വരിക, ഇതേപോലെ മൂവ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് മൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഇത് എൻഡിലേക്ക്, അതായത് ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എൻഡിലെ കീ ഫ്രെയിമും ഇതേ സെയിം മെത്തേഡിൽ ഇതേപോലെ സെറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു കർവ് അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി ഈ ഒരു 4ാമത്തെ കർവ് നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഈ ഒരു 4ാമത്തെ കർവ് നമ്മൾ കോപ്പി ചെയ്യുക, ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടിട്ടുണ്ടാവും, ഇതിലൊരു റൊട്ടേഷനാണുള്ളത്. സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലായിട്ടൊരു കീ ഫ്രെയിം, ദെൻ ഫസ്റ്റായിട്ടൊരു കീ ഫ്രെയിം. ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നിങ്ങൾ ഒരു -130 150 ആ റേഞ്ചിലെടുക്കുക. ഓക്കെ, ദെൻ അത് ഇതേപോലെ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. 4th കർവ് പേസ്റ്റ് ചെയ്യുക. ദെൻ എൻഡിൽ നമ്മൾ ഫസ്റ്റ് എത്രയാണോ എടുത്താൽ അതിൻ്റെ പോസിറ്റീവ് ഈ ഒരു സൈഡിലേക്ക് എടുക്കുക. 150 ആണെങ്കിൽ 140 അത് ആ റേഞ്ചിൽ നിങ്ങൾ എടുക്കുക. ഓക്കെ, ദെൻ നമ്മളിവിടെയും നമ്മൾ ആ ഒരു കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ട്രാൻസിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്, 3D ടണൽ ട്രാൻസിഷൻ. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മോഷൻ ബ്ലറോട് ആഡ് ചെയ്യാം. മോഷൻ ബ്ലർ ആഡ് ചെയ്യേണ്ട എവിടെ വെച്ചാൽ ഈ ലെയേഴ്സിലാണ് ആഡ് ചെയ്യേണ്ടത്. ഈ ഒരു ലെയേഴ്സിൽ മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളിതിൻ്റെ ട്യൂൺ വന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, ദെൻ ഈ ഒരു എഫക്റ്റ് കോപ്പി ചെയ്ത് എല്ലാറ്റിലും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ചിലപ്പോൾ നമ്മൾ പ്രിവ്യൂ കാണുമ്പോൾ അത്യാവശ്യം ലാഗ് ഉണ്ടാകും, പക്ഷേ എക്സ്പോർട്ട് ചെയ്യുമ്പം കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാറ്റിലും നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളിതിപ്പോൾ പ്ലേ ചെയ്യുമ്പം ആ ഒരു മോഷൻ ബ്ലറാണ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നമുക്ക് പ്രിവ്യൂ കാണാൻ പറ്റിയിട്ടില്ല. നമ്മളിപ്പം പ്രിവ്യൂവിൽ നിങ്ങൾ ഫസ്റ്റ് പ്രിവ്യൂവിൽ കണ്ട ആ ഒരു ട്രാൻസിഷനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതേപോലുള്ള വീഡിയോസ് ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. സോ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.